ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ ഡാർക്ക് റിങ് ഇവൻറ്റ് കറക്കാനുള്ള പ്ലാനാണ്. കയ്യിലൊരു 3185 ഓൾറെഡി എനിക്ക് ആ ബ്ലാക്ക് ബണ്ടിൽ അടിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട ബണ്ടിൽ വെള്ളയാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം കറക്കിയ ഒരു ഇത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ജസ്റ്റ് നിങ്ങൾ കയറി ഒന്ന് കണ്ടാൽ മതി. ബ്ലാക്ക് ഓൾറെഡി അടിച്ചു. എനിക്ക് അറൗണ്ട് 3700 തന്നെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി വൈറ്റാണ് വേണ്ടത്. എൻ്റെ 3185 ഒരു ബാക്കപ്പിനും ചെയ്തെടുക്കണം എന്ന രീതിയിൽ. അപ്പോൾ സ്റ്റോറിയിൽ നിന്ന് ആകെ ബ്ലാക്ക് ബണ്ടിലിൻ്റെ ഫീമെയിൽ ബണ്ടിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ കമൻറ്റ്സ് വന്നായിരുന്നു, ലൈക്ക് വെള്ള ബണ്ടിലിൻ്റെ കൂടെ വെള്ള ബണ്ടിൽ വിഷമം വേറെ കുറച്ച് ബണ്ടിൽസും കൂടി എടുക്ക് എന്ന രീതിയിലൊക്കെ കുറേ കമൻറ്റ്സ് വന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ സ്പിൻ അതിന് വേണ്ടി മാത്രം വെക്കാം. വെള്ളം എടുക്കാൻ പറ്റുമെങ്കിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള സ്റ്റോറും കൂടി കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുള്ള ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് സ്പിന്നിൽ പോവാം. എൻ്റെ മോനെ, എനിക്ക് കറുപ്പ് വീണ്ടും അടിച്ചടാ. ഏതാ ഗൈസ്? അപ്പോൾ എനിക്ക് കറുപ്പ് ഒന്നും കൂടി അടിച്ചിരിക്കണേ. ഇത് എന്താണെന്ന് മനസ്സിലാകുന്നത്, ലക്കാണോ അതോ ഫ്രീ ഫയറിൻ്റെ ബഗ്ഗാണോ എന്നറിയാം. എനിക്ക് ഒരു തവണ അടിച്ചിരിക്കുകയാണ്, അത് വീണ്ടും അടിച്ചു. അപ്പോൾ എനിക്കൊന്നത് 200 ടോക്കണായിട്ട് കൺവേർട്ട് ആവും. ലൈക്ക് അത് റെയറാണ് അങ്ങനെയൊക്കെ വരുന്നത്, എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ആദ്യം തൊട്ട് കറക്കണം എന്ന് ഉറപ്പായി. 200 ടോക്കൺ കിട്ടി, സ്റ്റോറിനുള്ളതായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എൻ്റെ വെള്ളയ്ക്കുള്ളത് ഇനി ആദ്യം തൊട്ട് ഞാൻ കറക്കണമല്ലോ. 200 ഡയമണ്ടേ പോയുള്ളൂ, നടുക്കൊന്നും വെച്ച് പോകാനത് കാര്യമായി. നമുക്ക് എന്തായാലും ഡയമണ്ട് ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്ത് ആ വെള്ളം എടുക്കണം എന്ന രീതിയിൽ നമുക്ക് നോക്കാം ഗൈസ്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അയ്യോ എൻ്റെ പൊന്നി, അങ്ങനെ നമുക്ക് ടോക്കണൊക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ട് ആ 200 ടോക്കൺ വെച്ച്. ഗൈസ് ടോക്കൺ വെള്ള ബണ്ടിൽ എവിടെ? അടിക്കൂ. ഇല്ല, ടോക്കണാണ് ഗൈസ്. കുറേ ടോക്കൺ കിട്ടുന്നുണ്ട്. കറുപ്പ് അത്യാവശ്യം നല്ല ബണ്ടിലാണ് കേട്ടോ, ഒന്നും പറയില്ല. ഞായിട്ട് കളിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വെള്ള കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. വെള്ള ഡ്രസ്സും വെള്ള പാൻറ്റും കൂടി ഉണ്ടെങ്കിൽ വാവ് ഗൈസ്. നിങ്ങൾക്ക് ഇതുപോലെ 2 തവണയൊക്കെ അടിച്ചോന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു ഇവൻറ്റ്. അതോ ഒരു തവണ തന്നെ എല്ലാം കിട്ടിയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി 1985 ഡയമണ്ട് ഉണ്ട്, 59 ലക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി 200-ലാണ് ഉറപ്പായിട്ടും വെള്ളം അടിക്കും എന്നെൻ്റെ വിശ്വാസത്തിൽ കറക്കുവാണ്. എന്തോടത്? കുറേ 2 ടോക്കൺ ഉണ്ട് ഗൈസ്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതുപോലെ നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡെയിലി സ്ട്രീം ചെയ്യുന്നുണ്ട്. വൈപ്പർ പ്രോ ആണ് ലൈവ് കാര്യങ്ങളൊക്കെ സ്ട്രീം ചെയ്യുന്നത്. നിങ്ങൾക്ക് റൂംസൊക്കെ കളിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ലൈവ് ഇടുന്ന ടൈമിൽ കയറിയാൽ മതി. നിങ്ങൾക്ക് 1v4 അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കളിക്കേണ്ടതെന്ന് വെച്ചാൽ കളിക്കാം. ലൈവ് വിൽ ബി ഗോയിങ് ഓൺ അണ്ടിൽ ലൈക്ക് എനിക്ക് ലേറ്റ് നൈറ്റ് ലൈവ്സ് ആണ് അവരിടുന്നത് മാക്സിമം. കുറച്ച് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഇനി 1300 ഡയമണ്ട് ഉണ്ട്. ഐ ഡോണ്ട് നോ എത്ര സ്പിന്നിൽ നമുക്കിത് കിട്ടുമെന്ന്. വെള്ള ബണ്ടിൽ നമ്മളെ കുറേ ആഗ്രഹിച്ച ബണ്ടിലാണ്. സോ നമ്മളത് വിട്ടുകളയാൻ പാടില്ല. യെസ്, ഇല്ല, എല്ലാം ഒന്നൊന്നാണ് കിട്ടുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് ടോക്കൺസ് ആയിട്ടുണ്ട്. സ്റ്റോറിയിൽ നിന്ന് എടുക്കാനായിട്ട് ഒരു 200 ടോക്കൺ കിട്ടി. ഇപ്പോൾ ഒരു 200 ടോക്കൺ ആയി കാണും. ലെറ്റ്സ് സി 2 785 ഡയമണ്ട്. ഐ തിങ്ക് ഒന്നും കൂടി ഒരു ചെറിയ ടോക്കൺ കുറച്ച് എനിക്കൊരു ടോപ്പ് കൂടിയും ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു 200 സ്പിൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 125 ആയിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് ടോക്കൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് ഞാൻ ആ വെള്ള ബണ്ടിൽ എടുക്കാനുള്ള ഡയമണ്ട് സെറ്റ് ചെയ്തു വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം വെള്ള കിട്ടട്ടെ എന്ന്. കാരണം ആദ്യം എന്നെ കറുപ്പാണ് അടിച്ചത്. ഇനിയിപ്പോൾ എത്ര സ്പിൻ പൊട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. വെള്ളയ്ക്കുള്ളൊരു കറക്കാണ് കറക്കുന്നത്. 385 ഡയമണ്ട്. സോ ഐ തിങ്ക് ടോപ്പപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്കൊരു മാർഗ്ഗമില്ല. ചെയ്തു ഗൈസ്, ടോപ്പപ്പും ചെയ്തു. 1185 ഡയമണ്ട് ആക്കി. സോ കൺവേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഡയമണ്ട് ആണ്. എടാ എന്ത് മയിരാടാ ഈ കാണിക്കുന്നേ? മയിര് വീണ്ടും കറുപ്പടിച്ച് എങ്ങനെയാ തൊലിച്ച് മയിര്? കറുപ്പ് തന്നെ വീണ്ടും അടിച്ചു ഗൈസ്. മയിര് പിടിക്കാനായിട്ട്
ഇപ്പം വെള്ള കിട്ടും കാത്തിട്ടുണ്ട്. പിന്നെ കറുപ്പ് വന്നപ്പോൾ എന്ത് കുണച്ച ഫ്രീ ഫയർ മാതിരി ഗെയിമായത്. 4200 സ്പിന്നിൽ എല്ലാ കോപ്പും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി. ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഭയങ്കര ശോകമാണ് ഗൈസ്. ഇനി ഞാൻ എവിടെ പോയി ടോപ്പ് ചെയ്യും? എല്ലാം തീർന്നു. ഇനി ഞാൻ എവിടെ പോയി ടോപ്പ് ചെയ്യാനാ? മയില് ആരാടാ പറഞ്ഞത്? കമൻറ്റ് ഇട്ടത് ആരായിരുന്നു? മറ്റേ എന്തോ വെള്ള ബണ്ണിന് വിഷമമുണ്ട് ബാക്കി എല്ലാ സ്റ്റോറി നടക്കുന്നത്. ആ സ്റ്റോറിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോകുമോ? ഇനി അതേ ഉള്ളൂ, വേറെ മാർഗ്ഗമില്ല ഗൈസ്. ഒരു ഇവന്റിന് വേണ്ടി ഇത്രയും ഒരു എമൗണ്ട് ഇറക്കിയിട്ട് പോലും നമുക്ക് പ്രോഫിറ്റ് ഈ ഫ്രീ ഫയർ എടുത്ത് തരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം ഗൈസ്. സീരിയസ്ലി വേറൊരു ഓപ്ഷൻ ഇല്ല. എനിക്ക് സ്റ്റോർ കംപ്ലീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ. ഒരു 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 400 ടോക്കൺ തന്നെ അതിനകത്ത് തന്നെ തന്നു. എന്തു ഇത്? ബാഡ് ഡേ. എന്താ പറയാനാ, 2 വട്ടം കറുപ്പ്, 3 തവണ 3 ബണ്ടിൽ എനിക്ക് കറുപ്പ് എന്തോ. ഞാൻ മൊത്തത്തിൽ 3 കറുപ്പിട്ട് കളിക്കാനോ? ഷേറ്റ്. അയ്യോ, സ്റ്റോർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യല്ല. ഇപ്പോൾ വേറെ മാർഗ്ഗമില്ല. ടോക്കണൊക്കെ ചുമ്മാ ഇരിക്കട്ടെ, ഒരു വഴിക്കുമില്ലേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വേറെ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ടോപ്പ് ചെയ്യാനുള്ള ഒരു ഫണ്ടും കാര്യമൊക്കെ റേസ് ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും. നമ്മൾ എവിടെയൊക്കെ മറിച്ചിട്ടൊക്കെ ആയിരിക്കും ടോപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ ചതിച്ച് ഗൈസ് ഫ്രീ ഫയർ നമ്മളെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഡബ്ല്യു ടേക്ക് കെയർ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാ. ബൈ ബൈ.